ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളും കോളേജൊക്കെ തുറക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ഇതാണ് കുണ്ണിയൂർ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലാണ് എനിക്ക് ബസ് വരുന്നത്, കോളേജ് ബസ്. അത് കഴിഞ്ഞ് ബസ്സൊക്കെ വന്നു. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി. ഇമ്മാനുവൽ കോളേജ് വാഴച്ചൽ എന്ന് പറഞ്ഞ കോളേജാണ് എൻ്റേത്. അപ്പോൾ ഈ പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാണ് കോളേജിലോട്ട് കയറുന്ന ആ ഒരു വഴി. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇമ്മാനുവൽ കോളേജ് വാഴച്ചൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കോളേജ് ബസ് ഇടുന്ന സ്ഥലം. സാധാരണ ഇവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് കോളേജ് തുറക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അകത്ത് കൊണ്ടാണ് കോളേജ് ബസ് നിർത്തിയത്. താഴെ ഇറങ്ങിയാലും കുറച്ച് ദൂരം മേളോട്ട് നടക്കണം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ആ താഴെ ഇരിക്കുന്നത് അതാണ് ഹോസ്റ്റൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കാത്ത് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. 2 മാസത്തിന് ശേഷം ഇവിടെയൊക്കെ വന്നപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് CBSE സ്കൂൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കെട്ടിടം എന്ന് പറയുന്നത്. എൻ്റെ ക്ലാസ് ഇരിക്കുന്ന കെട്ടിടം ഇതാണ്. 4ാമത്തെ ഫ്ലോറിലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മേളിലോട്ട് പോയി. ഈ ഒരു അലമാര ഉണ്ടോ, ഇതെന്ന് പറയണത് ഓരോ ക്ലാസ്സിനും ഫോൺ വെക്കാനുള്ള ഒരു ഷെൽഫാണ്. ക്ലാസ്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സെൽഫ് ഫിനാൻസ് കോളേജാണ്, അപ്പോൾ ഫോൺ അത്ര അലൗഡ് അല്ല. അപ്പോൾ ഫോണൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഷെൽഫിലാക്കി വെക്കണം ഫോണൊക്കെ. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 3:30-ക്ക് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലോട്ട് നടന്നു പോവുകയാണ്. ഇതാണ് എൻ്റെ ക്ലാസ്, സെക്കൻഡ് ഇയർ BCom ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ്. അങ്ങനെ ക്ലാസ്സിലോട്ടൊക്കെ കയറി. മൊത്തത്തിൽ ഒരു പിസ്ത കളർ പെയിൻ്റൊക്കെ അടിച്ച് നഴ്സറി സ്കൂൾ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വേറെ മാറ്റമൊന്നുമില്ല. ഡെസ്കിലും ബെഞ്ചിലും കുറച്ച് തുരുമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ ക്ലാസ്സിനുള്ളൂ. പിന്നെ ആ ഒരു വൈറ്റ് ബോർഡ് ഫുള്ളുണ്ടായിരുന്നു, ആ ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത് ഹാഫാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് ക്ലാസ് ടീച്ചേഴ്സൊക്കെ വന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ ഫോൺ ഷെൽഫിൽ വെച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒന്നും പറയൂല എന്ന് ചിന്തിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഫോൺ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെ ഉള്ളൊരു വ്യൂ എന്ന് പറയണത്. മഴയൊക്കെ ആകുമ്പോൾ നല്ല വ്യൂ ആണ്, മഞ്ഞൊക്കെ ഇറങ്ങി നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ ആ 4th നിലയിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളൊരു വീഡിയോ ഞാൻ അല്ലാതെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈറ്റിനിടെയും അതുപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോൾ കോളേജ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കണമായിരുന്നു. അങ്ങനെ നടന്ന് ഇങ്ങ് താഴെ വന്നു. അപ്പോൾ ഇതാണ് ബസ് ഇടുന്ന ആ ഒരു സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ആ ബസ് ഇടുന്ന സ്ഥലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ബസ് നമ്പർ 9 അങ്ങനെ ബസ്സിലൊക്കെ കയറി അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അതുപോലെ തന്നെ വാട്ട് ഈറ്റിനിടെയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ടാറ്റാ.